ഇതാണ് കിസ്സാമയിലെ ഫുഡ് സ്ട്രീറ്റ്. ഒരു മാൾ റോഡ് കണക്കൊരു സ്ഥലമാണ്. ഇവിടെ രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ ഫുള്ള് ഫുഡ് ഐറ്റംസാണ്, സ്ട്രീറ്റ് ഫുഡാണ്. മോമോസാണ് കൂടുതലുള്ളത്. പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് ഇഡലി കണക്കൊരു സാധനം. ഇവിടെ മൊത്തം കടകളാണ്. അപ്പോൾ ഫുഡ് സ്ട്രീറ്റ് പോലെ നമ്മൾ മാൾ റോഡ് ഉള്ള സ്ഥലം, പല സ്ഥലങ്ങളിലും മാൾ റോഡുണ്ടല്ലോ, അവിടെ വാഹന ഗതാഗതമൊന്നും കാണത്തില്ല. രണ്ട് സൈഡിലും കടകളായിരിക്കും, കച്ചവടമായിരിക്കും. ഇത് ഇപ്പോൾ നമ്മൾ കിസ്സാമയിലാണുള്ളത്. ഞങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് അറേഞ്ച് ചെയ്ത് പോയതുകൊണ്ട് നമുക്കിവിടെ നിന്നൊന്നും കഴിക്കാനും പറ്റുന്നില്ല. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത്രയും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ബൈജു പറഞ്ഞപ്പോഴും. ഇവിടെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം ഹിൽ സ്റ്റേഷനിലുള്ളത് തന്നെയാണ്. അതിലിങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് കാണുന്ന ആദ്യമായിട്ടാണ് ഹിൽ സ്റ്റേഷനിൽ. ഞാൻ കാണാത്തതായിരിക്കും, ചിലപ്പം നേരത്തെ ഉള്ളതായിരിക്കും. ഇവിടെ കുറേ ഏരിയ ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്നിടത്തുനിന്ന് ഇച്ചിരി നടക്കാനേ ഉള്ളൂ. ഏകദേശം കഴിയാറായി. സാധനങ്ങളൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ജ്യൂസൊക്കെ ഉണ്ട്. ജ്യൂസ്, കേക്ക്, ചിക്കൻ ഐറ്റംസ് ഉണ്ട്. പിന്നെ സിൽക്ക് വാം പുഴുവിനെ പൊരിച്ചതുണ്ട്, പച്ചത്തുള്ളിനെ പൊരിച്ചതുണ്ട്. ഇതൊക്കെ ചിക്കൻ ഫ്രൈ ഒക്കെയാണ്. പരിപ്പുകളൊക്കെ ഉള്ള സാധനമൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. പിന്നെ ബ്രെഡ് പക്കോട ആയിരിക്കും ഉള്ളത്. ഇത് മോമോസാണ്. മോമോ ₹100, ചൗ ₹100. മുളയിലെന്തോ ബസാർ പ്രദേശ്. ട്രഡീഷണൽ ടീ അവൈലബിൾ. ബാംബു കപ്പ് ഫോർ സെയിൽ ₹100. ഈ ബാംബു കപ്പിലാണ് നമുക്ക് നല്ല ചായ കണക്കൊരു സാധനം, കഞ്ഞി പിടിച്ചത്. പക്ഷെ ഇതിനിപ്പോൾ ഇവിടെ ₹100 അത് വിൽക്കുന്നത്. നമുക്കത് എടുത്തുകൊണ്ട് വരാമെന്നേ ഉള്ളായിരുന്നു, ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നില്ല. അങ്ങനെ ഫുഡ് സ്ട്രീറ്റ് ഇനി ഇങ്ങനെ നീണ്ടു വന്ന് കിടക്കുക, കുറേ ഉണ്ട്, തീർന്നിട്ടില്ല. ഇഡ്ഡലി കണക്കൊരു സാധനം നമ്മുടെ കച്ചവടം, ശരിക്കും കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്. കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇഡ്ഡലിയാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് കൊള്ളാം. രാമശ്ശേരി ഇഡ്ഡലി കണക്കൊരു സാധനം. ഇഡ്ഡലി ഉണ്ടാക്കുന്നത് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഇഡ്ഡലി, അത് മാവ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ. രാമശ്ശേരി ഇഡ്ഡലി ഏകദേശം ഇതണൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും ആവിയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൊള്ളാം. അത് അരിപ്പൊടിയാന്ന് തോന്നുന്നത്, അരിപ്പൊടിയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം രണ്ട് സൈഡും ഇല്ലുമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ ഇവിടെ പൊടി പിടിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയ ആണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ഇവിടെ വലിയ ഒരു ആഘോഷമാണ് ഇവിടുത്തെ. ഫുഡ് സ്ട്രീറ്റ് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ വലിപ്പമുള്ളതാണ്. ഇഷ്ടംപോലെ ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷയല്ല. ബാർബക്യൂ ഒക്കെ ഉണ്ട്, ബാർബക്യൂ ചിക്കൻ. ആ ഒരു റോഡ് നേരെ കിടക്കുക, ഇഷ്ടംപോലെ ഉണ്ടത് ഏരിയ. അങ്ങോട്ട് തുണിത്തരങ്ങളൊക്കെ വിൽപ്പനയുണ്ട്. ഇത് തുണി വിൽപ്പന. തൊട്ടൊന്നും കയറി നോക്കുന്നില്ല, ആവശ്യമില്ല. ഇവിടെയും ഫുഡ് സ്റ്റാളുകളൊക്കെ തന്നെ. ഇത് എണ്ണ
NST ബസ് സ്റ്റേഷനാണ്, ബസ് സ്റ്റാൻഡാണ് ഇത്. NST ബസ് സ്റ്റാൻഡ്. നാഗ ഹെർബൽ ടീ ആണെന്ന് അറിയത്തില്ല. ഇത് ബാർബക്യൂ. എന്തായാലും ഇവിടെ വന്നത് റൂമിൽ കയറി ഇരിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി. ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റിയല്ലോ. വീണ്ടും തുറന്നും കിടക്കുക. കുറേ ഏരിയ ഉണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഷൂ കച്ചവടം നടക്കും. വെജിറ്റബിൾ കമ്പി കുത്തി വെച്ച് വലിച്ചെടുക്കുന്നു. ഈ സൈഡ് മൊത്തം ഫുഡാണ്. സ്ട്രീറ്റിന്റെ എൻഡ് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വിശാലമായ ഏരിയ കഴിക്കാനായിട്ട് ആൾക്കാർക്ക്. ഫുഡ് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡ് തന്നെ, കടകളിലൊന്നും വെച്ച് ഉണ്ടാക്കുന്നതല്ല. എനിക്ക് ഉണ്ടായിക്കൊണ്ടുവന്ന വീടുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് വിൽപ്പന നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ഗോത്രവർക്കാരുടെ ഫുഡ് സ്റ്റാളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കൊഹീമ ഹെറിറ്റേജ് വില്ലയിലുള്ളതിനേക്കാളും ഉണ്ട് ഇവിടെ ഐറ്റംസ്. അവിടുത്തെ അത്ര വിലയും ഇല്ല. ഞങ്ങൾ ഏകദേശം അതിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാണ് ഫുഡ് സ്ട്രീറ്റിൻ്റെ. ഒരു സൈഡിൽ മൊത്തം ഫുഡ്സാണ്, ഫുഡ് ഐറ്റംസാണ്. അതും സ്ട്രീറ്റിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ്. നെല്ല് ബീഡിയിൽ നിന്ന് വെച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ സെർവ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ കിസാമ വരുന്നവർ, അടുത്ത ഹോൺബിൽ ഫെസ്റ്റിവലിനൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും കിസാമ താമസിക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക രാത്രിയിലത്തെ. എന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് നഷ്ടമായിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് അറേഞ്ച് ചെയ്തുകൊണ്ട്. അപ്പം ഏകദേശം എൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ ഫുഡ് 8:30-ക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നേരെ തിരിക്കുകയാണ്.